പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ക്രോം വഴി വൈറ്റി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുന്ന രീതി ഇപ്പോൾ മാറിയിട്ടുണ്ട്. അത് കാരണം ഇപ്പം വളരെ ബുദ്ധിമുട്ടാണ് ക്രോം വഴി വൈറ്റി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ആ രീതി നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഞാനത് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്ന ഇതേ രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് വൈറ്റി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നിങ്ങളുടെ ചാനലിൻ്റെ ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് പറയുന്നതിന് മുന്നായിട്ട് തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്കും ഹൈക്കും ചെയ്യുന്നതോടൊപ്പം തന്നെ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്തറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. അപ്പോൾ മുന്നോട്ട് പോകാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ക്രോം ഓപ്പൺ ചെയ്യാം. ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിലായിട്ട് 3 ഡോട്ട് കാണാം. ആ 3 ഡോട്ടിൽ ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്താൽ ഉടൻ തന്നെ നമുക്ക് ഒരുപാട് ഓപ്ഷൻ ഇതുകൊണ്ടൊക്കെ വരും. അപ്പോൾ ഇവിടെയായിട്ട് ബുക്ക് മാർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ കാണാം. അപ്പോൾ ഈ ഓപ്ഷനിലൊന്ന് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്താൽ ഉടൻ തന്നെ നമുക്ക് യൂട്യൂബിന്റെ ഐക്കോണോട് കൂടി ചാനൽ ഡാഷ്ബോർഡ് എന്ന് ഇവിടെ എഴുതിയ ഒരു ഓപ്ഷൻ കാണാം. അപ്പോൾ അതിലോട്ടൊന്ന് ടച്ച് ചെയ്താൽ ഉടൻ തന്നെ നമ്മുടെ ചാനലിന്റെ ഡാഷ്ബോർഡ് ഓപ്പൺ ആവും. ഞാനിപ്പോൾ ഇതേ രീതിയിലാണ് ചാനലിന്റെ ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്യുന്നത്. അതായത് വൈറ്റി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുന്ന ഇതേ രീതിയിലാണ് ക്രോം വഴി. അപ്പം നിങ്ങളൊക്കെ ഈ സെറ്റിംഗ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേറെ രീതിയിലാണ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം studio.youtube.com എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യണം. ഇങ്ങനെ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ഉടൻ തന്നെ നിങ്ങൾക്ക് ഇതേമാതിരി ഇങ്ങനെ ഓപ്ഷൻ വരുന്നതായിരിക്കും. ഇപ്പം വ്യത്യാസമുണ്ട്. നേരത്തെ ആണെന്നുണ്ടെങ്കിൽ ലോഗിൻ എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ ടച്ച് ചെയ്തിട്ടായിരുന്നു നമ്മൾ വൈറ്റി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുന്നത്. ഇപ്പം പക്ഷേ അങ്ങനെ സാധിക്കത്തില്ല. ഈ മുകളിലുള്ള യൂട്യൂബ് സ്റ്റുഡിയോ എന്നുള്ളിടത്ത് ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതായത് നമ്മുടെ ചാനലിന്റെ ഡാഷ്ബോർഡ് ഓപ്പൺ ആവുമെന്ന് വിചാരിക്കും. അങ്ങനെയല്ല. ഇതിപ്പോൾ ഇവിടെയായിട്ട് ഞാനൊന്ന് ടച്ച് ചെയ്ത് കാണിക്കാം. യൂട്യൂബ് സ്റ്റുഡിയോ എന്നുള്ളിടത്ത് നിങ്ങൾ പലരും ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് ഇങ്ങനെ ടച്ച് ചെയ്താൽ ഉടൻ തന്നെ എന്താണ് വൈറ്റി സ്റ്റുഡിയോ ആണ് ഓപ്പൺ ആവുന്നത്. പക്ഷേ അത് ഏത് വൈറ്റി സ്റ്റുഡിയോ ആണ്? നമ്മൾ ആപ്പ് വഴി വൈറ്റി സ്റ്റുഡിയോയുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? വൈറ്റി സ്റ്റുഡിയോയുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതാണ് ഓപ്പൺ ആയി വരുന്നത്. പക്ഷെ നമുക്ക് ഓപ്പൺ ആവേണ്ട സ്ഥലം എന്ന് പറയുന്നത് ഏതാണ്? നമുക്ക് ക്രോം വഴി വൈറ്റി സ്റ്റുഡിയോ, അതായത് നമ്മുടെ ചാനലിന്റെ ഡാഷ്ബോർഡാണ് ഓപ്പൺ ആവുന്നത്. അവിടെയാണ് നമുക്ക് ഒരുപാട് സെറ്റിങ്സുകൾ ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ക്രോം വഴി വൈറ്റി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പോൾ ആ വഴിയാണ് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇനി ഞാൻ പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക, ചാനലുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വൈറ്റി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്യാതെ ഒരു നിവൃത്തിയില്ല. അപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഇത് ഈസി ആയിട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഒരു വഴിയാണ് പറയുന്നത്. അതായത് നമ്മൾ ഈ ഓപ്പൺ ചെയ്ത രീതിയിൽ തന്നെ, അതായത് ക്രോം ഓപ്പൺ ചെയ്തിട്ട് studio.youtube.com എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിയുന്ന ഇതുപോലെ ഇത്രയും ഓപ്ഷൻ ഈ മുമ്പ് കാണിച്ച അതേ രീതിയിൽ തന്നെ ഈ ഓപ്ഷനെല്ലാം കാണിക്കുന്നുണ്ടല്ലേ? അപ്പോൾ ഇതേ രീതിയിൽ ഇവിടെയായിട്ട് പ്രോസസ്സിംഗ് പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇങ്ങനെ കാണിക്കുന്നുണ്ടല്ലേ? അപ്പോൾ ആ കാണിക്കുന്നതിൻ്റെ തൊട്ടു മുകളിലായിട്ടുള്ള ഓപ്ഷൻ ഇത് എന്താണ് എഴുതിയിരിക്കുന്നത്? ഇത് ഇംഗ്ലീഷ് മാതിരി തോന്നുമെങ്കിലും ഇംഗ്ലീഷ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും വേണ്ടില്ല. ആ ഓപ്ഷൻ, അതായത് പ്രോസസ്സിംഗ് പ്ലീസ് വെയിറ്റ് എന്ന് എഴുതിയതിൻ്റെ തൊട്ട് മുകളിലായിട്ടുള്ള ആ ഓപ്ഷനിൽ നിങ്ങളൊന്ന് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ വൈറ്റി സ്റ്റുഡിയോ ഓപ്പൺ ആവും. ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഇവിടെയായിട്ടൊന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്. ടച്ച് ചെയ്ത ഉടൻ തന്നെ നമ്മുടെ വൈറ്റി സ്റ്റുഡിയോ ഓപ്പൺ ആയിട്ടുണ്ട്. അതായത് നമ്മുടെ ചാനലിൻ്റെ ഡാഷ്ബോർഡ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിൽ നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങളുടെ ചാനൽ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നമ്മുടെ നേരത്തെ നമുക്ക് ഉണ്ടായിരുന്ന അതേമാതിരി തന്നെ, അതായത് നേരത്തെ നമുക്ക് ഇതേ സ്ഥലത്തായിരുന്നു നമുക്ക് ലോഗിൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അതേ സ്ഥാനത്താണ് ഈ എഴുതിയിരിക്കുന്നത്. അത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ അവിടെ ടച്ച് ചെയ്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചാനലിന്റെ ഡാഷ്ബോർഡ് ഓപ്പൺ ആയി വരും. നമ്മുടെ ചാനലിന്റെ ഡാഷ്ബോർഡ് ഓപ്പൺ ആയാൽ ഉടൻ തന്നെ താഴെയായിട്ട് നമുക്ക് ഒരു സെറ്റിങ്സിന്റെ ഐക്കോണൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ടച്ച് ചെയ്തിട്ടാണ് നമുക്ക് ഇതുകൊണ്ടൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഓരോന്ന് ചെക്ക് ചെയ്യേണ്ടത്. ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണം. അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും അപ്പോൾ ഇവിടെ വന്നിട്ടാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുകൊണ്ടൊന്നും ഉദ്ദേശിച്ച ഒരുപാട് ചാനലുകാർക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും വിടാം. നന്ദി, നമസ്കാരം.